അപ്പോൾ ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡിലുള്ള സ്വഭാവമാണ്. ചില ആൾക്കാർ എന്നോട് ഓരോ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റലില്ല. അപ്പോഴേ ഞാൻ ബാസിലിനോടായാലും ചെക്കന്മാരോടായാലും എല്ലാവരോടും പറഞ്ഞു, എനിക്കിപ്പോൾ ഇത് എടുത്താൽ പൊന്തുന്ന ഒരു പരിപാടിയാണോ ഞാൻ തല വെച്ചതെന്ന് അറിയില്ല. നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞില്ലെങ്കിൽ ഹനാൻഷാനെ പോലെ 8ന്റെ പണി നമുക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ റീസെൻ്റ്ലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹനാൻഷായ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നല്ലൊരു അലിഗേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ആൻ്റണി പെപ്പെ അത് കാട്ടാലൻ സിനിമയിൽ സെറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പെൺകുട്ടിയായിട്ട് ഇത് വിവാഹ വാഗ്ദാനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് ഹനാൻഷാനെ വിളിക്കുകയും അതിൽ ത്രൂ ഏകദേശം 50 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 50 ലക്ഷത്തിന് പകരം 25 ലക്ഷം രൂപ ഹനാൻഷാ ത്രൂ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇത് കൊടുത്തിട്ട് മീഡിയേറ്റർ എന്ന് പറഞ്ഞൊരു പേര് ഇപ്പോൾ ഹനാൻഷായ്ക്ക് കിട്ടിയിരിക്കുകയാണ്. മീഡിയേറ്റർ പണി ചെയ്തു. ഇപ്പോൾ ഹനാൻഷാ ഭയങ്കരമായിട്ട് ആൻ്റണി പെപ്പനെ രക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹനാൻഷാനെ എടുത്തിട്ട് അങ്ങ് ട്രോളാണ് കുറേ പേര്. എന്തായാലും ഹനാൻഷാൻ ഇതിനൊരു വ്യക്തമായ മറുപടിയായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട്. എന്തായാലും ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യുവതിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞു. യുവതി ജസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ വന്ന് എല്ലാ നടന്മാരപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി വളരെ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് എനിക്ക് ഒരു പ്രശ്നമുള്ള രീതിയിൽ ഓൾറെഡി ഇതുവരെ തോന്നിയില്ല. നല്ല 2 സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കാണ് തോന്നിയത്, എനിക്കന്ന് ഫീൽ ചെയ്തത്. ഞാൻ കേൾക്കുന്ന കേസ് എന്താ വെച്ചാൽ, ഈ എൻ്റെ കേസറ്റ് അക്യുമെൻ്റ് പറഞ്ഞ കേസ് എന്താ വെച്ചാൽ, പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിച്ചേക്കാണ്. അതായത് ഈ നടന് വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും ഒരു പ്രായശ്ചിത്തം വേണം. ഈ പറ്റിക്കപ്പെട്ടതിനൊരു പ്രായശ്ചിത്തം വേണം. കാരണം ഒരുപാട് പോലെ ജീവിതം ആഗ്രഹിച്ചു, ഇയാളുടെ കൂടെ അങ്ങോട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഈ യുവതി ഓൾറെഡി വിവാഹിതനായിട്ട് ഭാര്യൻ്റെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ്റെ അടുത്ത് നിന്ന് എന്ത് വിവാഹ വാഗ്ദാനമാണ് ഇവർക്ക് കിട്ടിയത്, അതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുവതി അത് വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണം. ഹനാൻഷയുടെ ഈ വീഡിയോ ഏകദേശം 1 മണിക്കൂർ നീണ്ടൊരു വീഡിയോ ആണ്. എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു കാര്യം തോന്നി, അതായത് ഈ പുള്ളിക്കാരി പൈസ തട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ട്രാപ്പ് തന്നെയാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുവതി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഈ വിവാഹ വാഗ്ദാനം നൽകിയ ഡാറ്റ, വിവാഹ വാഗ്ദാനം കൊടുത്ത ഡാറ്റ, കാരണം അതൊക്കെ എല്ലാത്തിനും ഒരു ഡാറ്റ ഉണ്ടാവുമല്ലോ, പറഞ്ഞ കോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഓൾക്ക് കോൾസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ സൈബർ സെൽ ഇത് എടുത്തു തരും. അപ്പം ഈ ഡാറ്റ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് ഈ യുവതി എന്ത് ചെയ്യേണ്ടിയിരുന്നു, നേരെ പോലീസിൽ പോയിട്ട് എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇന്നൊരു നടന് ഇന്നങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്, എന്നെ നിയമപരമായിട്ട് സഹായിക്കണം, ഈ കേസിൽ സാറോട് തീർപ്പാക്കണം, അല്ലെങ്കിൽ പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാണ് വേണ്ടിയിരുന്നത്. ഇന്നത്തെ ഹനാൻഷാ പറഞ്ഞതിൽ കാര്യമില്ല. അത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഇതേപോലെ വിവാഹ വാഗ്ദാനം തന്ന് പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ സ്ക്രീൻഷോട്ട്, ഈ കൊടുക്കുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് നേരെ പോലീസിലോട്ട് അങ്ങ് പോയാൽ പോരെ. എന്തിനാണ് ഇതേപോലെ, അതായത് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ, പുള്ളിക്കാൻ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, പുള്ളിക്കാൻ എന്ന് വെച്ചാൽ കാണിക്കാവുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റാംജറാവ് സ്പീക്കിങ്ങിൻ്റെ ഒരു വേറെ വെർഷൻ. അത് റാംജറാവ് സ്പീക്കിങ്ങിൽ മറ്റേ പുള്ളിക്കാരൻ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഇതിനകത്ത് പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെ ഇതിൻ്റെ ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം അവരുടെ നിന്ന് പൈസ ചോദിക്കും വീഡിയോ റിമൂവ് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ ആൾ ചെയ്യുന്നത് പ്യുവർ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതായത് ഒരാളുടെ ഒരു പേഴ്സണൽ സാധനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും അയാളെ നിയമത്തിൽ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങ് പോലീസിൽ കൊടുത്താൽ മതി. ഒരു പെണ്ണാണ് പരാതി കൊടുക്കുന്നത്, അപ്പം തന്നെ ഇനി ന്യൂസ് ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കാനാണെങ്കിൽ ഒരു സിനിമാ നടനാണത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ന്യൂസിന് എന്തായാലും വാല്യൂ ഉണ്ടായിട്ട് നാട്ടുകാർ മീഡിയക്കാരെല്ലാം കുത്തിത്തള്ളി അങ്ങോട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഹനാൻഷാൻ ഇന്നത്തെ മീഡിയേറ്ററായിട്ട് വെക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ, അതായത് ഈ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ തന്നെ ആ കാട്ടാൽ എന്ന് പറഞ്ഞ മൂവിയുടെ ഓരോരോ സീൻസ് ഇങ്ങനെ പയ്യെ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ക്ലൈമാക്സ് സീൻ ആയിക്കോട്ടെ കുറേ അവരുടെ മെയിൻ സീൻസിൻ്റെ ഫോട്ടോസ് ഇവൻ ലീക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആൾക്കാർക്കും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നൊക്കെ പ്രഷർ വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഹനാൻഷാ ഇന്നത്തെ മെയിനായിട്ട് ഇടപെടാൻ വരുന്നത്. അതിലുപരി യുവതി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ആദ്യം പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ, കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ചാറ്റ് പോകുമ്പോൾ ആദ്യത്തൊന്ന് പോയി, രണ്ടാമത്തൊന്ന് പോയി, മൂന്നാമത്തതും പോയി, നാലാമത്തെ വന്നിട്ട് എങ്ങോട്ടായി, സിനിമയിലെ, അതായത് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ സിനിമയിലെ തന്നെ ആക്ടർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള ഓരോരോ രംഗങ്ങളുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ സ്നാപ്പ് പോലെ അങ്ങനത്തെ സംഭവം പോലെ ഇട്ടതാണ്. പക്ഷേ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് പുള്ളി വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, അതായത് സിനിമയിലെ മെയിനായിട്ട് വരുന്ന ക്ലൈമാക്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന സിനിമ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇറങ്ങാത്തൊരു സിനിമത്തെ ദൃശ്യങ്ങൾ ലീക്കാവുന്നത് ആ പ്രൊഡ്യൂസറിന് എത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യം. കാരണം അയാൾ ഓൾറെഡി 25-35 കോടി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഒരു തെറ്റും ചെയ്യാതെ ഈ ഇറങ്ങാൻ പോണ ഒരു സിനിമയിലത്തെ വിഷ്വൽസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യൂബ്സ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ഇന്നാവണത് ആ ഒരു സമയത്താണ്. കാരണം
മെയിൻ ക്ലൈമാക്സത്തെ ഒരു വിഷ്വൽ വന്നു, ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീൻ വന്നു, മോർച്ചറിയത്തെ വിഷ്വൽ വന്നു, ഓരോന്ന് ഇവരിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും ഇവർ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവണില്ല. അതിൽ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി പറഞ്ഞു, എന്താ പോലെ യൂസ് ചെയ്ത ടേം എന്ന് എനിക്കറിയില്ല, ഇവരാവശ്യപ്പെടുന്നത്, ഈ യുവതി ആവശ്യപ്പെടുന്നത് ഇതിന് ഇത്ര എമൗണ്ട്, അതായത് 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് വലിയ എമൗണ്ട് ആയിരുന്നു, ആ എമൗണ്ട് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ആദ്യം 50 ലക്ഷമാണ് ചോദിച്ചത്, പിന്നെ അത് 50 ലക്ഷത്തിൽ നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് 25 ലക്ഷത്തിലോട്ട് ആയി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആൻ്റണി പെപ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൽ അങ്ങ് മൂവ് ചെയ്താൽ പോലെ ഇവർ ഇതേപോലെ ലീഗ് ഇങ്ങനെ ചെയ്തോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഇത് ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ തട്ടിക്കുന്നത് ഇത് തന്നെയാണ്. അത് പ്യുവർ നിവിൻ പോളിക്കെതിരെ ഒരു ഇതേപോലെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫേക്ക് പീഡന കേസിൻ്റെ പരാതി വന്നു. നിവിൻ പോളി അത് നൈസായിട്ട് ലീഗലി മൂവ് ചെയ്ത് അങ്ങ് എടുത്തു. അതേപോലെ ലീഗലി മൂവ് ഇത് സംഭവം അവിഹിതം ഉണ്ടോ ഇല്ലയോ അതൊന്നും അറിയണ്ട, ഉണ്ടെങ്കിൽ തന്നെ ഇത് ആക്ച്വലി ഒരു ക്രൈമാണ്. അതായത് ഒരാളുടെ ഫോട്ടോസും ഒരാളുടെ ചാറ്റും കാണിച്ചുകൊണ്ട് പൈസ ചോദിക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യണം, ലീഗലി പോയി ഇവർക്ക് അങ്ങ് ലീഗലി അങ്ങ് മൂവ് ചെയ്താൽ പോലും എന്തിനാ ഈ വേണ്ടാത്ത പരിപാടിക്ക് നിന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ക്കാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിച്ചത് ഈ നടൻ്റെ മാനേജർമാരാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ആദ്യം പറഞ്ഞ വലിയ തുക ഇവർ കൊടുക്കാൻ എന്തായാലും റെഡിയല്ല. ഇങ്ങനെ എമൗണ്ട് കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, കേസ് പിൻവലിക്കാം, ഈ സിനിമയിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ റിമൂവ് ചെയ്യുക, ഞങ്ങൾ ഈ പ്രൈവറ്റ് ചാറ്റുകൾ റിമൂവ് ചെയ്യുക, ഈ കാര്യങ്ങൾ മൊത്തം ഈ പൈസ തന്നാൽ ഞങ്ങൾ സെറ്റിൽ ആവുക എന്നുള്ളത് എൻ്റെ കാസറ്റും ഈ യുവതിയും പറയണം. അതായത് എന്നോട് യുവതിയല്ല വന്ന് പറയണത്, യുവതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം യുവതി ഈ കംപ്ലയിൻസും കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് ഫുൾ അയച്ചു കൊടുത്തുള്ളത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്കാണ്. അപ്പോൾ യുവതിൻ്റെ സൈഡ് ഫുൾ എന്നോട് വന്ന് സംസാരിക്കുന്നത് എൻ്റെ കാസറ്റ് എന്നുള്ള പുള്ളിക്കാരി ചെയ്തത് വലിയൊരു ഇത് തന്നെയാണ്. അത് അങ്ങനെ പുള്ളിക്കാരി അങ്ങോട്ട് നല്ല ഇതായിട്ട് ചമയ്ക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഡയറക്റ്റ് പോലീസിലാണ് പോകേണ്ടത്, അല്ലാണ്ട് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം കോടതികളല്ല. അതായത് ഹക്കീം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പം നിലവിൽ UAE അറസ്റ്റിലാണെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരൻ ഇതേപോലെ അവിടെ വെച്ചിട്ട് ഇതേപോലെ ഡ്രഗ് യൂസ് ചെയ്ത് UAE അവിടെയൊക്കെ വെച്ച് ഡ്രഗ് യൂസ് ചെയ്ത് പിടിച്ചു. അത് CID പിടിച്ചിട്ടുണ്ട് പുള്ളിക്കാരനെ. ഇപ്പോൾ നേരെ ഡീപ്പോർട്ട് ചെയ്ത് അങ്ങനെ എന്തോ പരിപാടിയിൽ നിൽക്കാൻ തോന്നുന്നു പുള്ളിക്കാരൻ. ഇപ്പോൾ അവസാനം അവിടെ പെട്ട് നിൽക്കുക. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മരഡനീഷൻ ടീമിൽ വെറുതെ വെച്ചേക്കില്ല. മരഡനീഷിനെ കുറിച്ച് വലിയൊരു വീഡിയോ ആയിട്ടുണ്ട്. നാട്ടിൽ വന്നാൽ നാട്ടിൽ ഇവന്മാർ വെട്ടിക്കൊല്ലും, ദുബായിൽ തൊട്ട് പറഞ്ഞു വിടുക എന്തായാലും. കൊള്ളാം വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് തന്നാൽ, പൈസ ആയിട്ട് തന്നാൽ നമ്മൾ കംപ്ലൈൻറ്റിന് പോകില്ല, നമുക്ക് ആരോപിച്ചതിന് കംപ്ലൈൻ്റ് ഇല്ല, നമുക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിന് കംപ്ലൈൻ്റ് ഇല്ല, നമുക്ക് ബാക്കി എന്ത് നടന്നോ അതിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടിയാൽ ഞങ്ങൾ കംപ്ലൈൻറ്റുകൾ പിൻവലിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ആരോപണങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നടൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കേണ്ട രീതി എന്താണ്? നിയമപരമായിട്ട് നേരിടുകയാണ്. അല്ലാതെ എനിക്ക് ഇത്രയും പൈസ തന്നാൽ 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും പൈസ നിന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കേസിനൊന്നും പോകില്ല. അപ്പം തന്നെ ഇപ്പം കൃത്യം വ്യക്തമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എന്താണ് യുവതിയും എൻ്റെ കാസറ്റ് ഉദ്ദേശിച്ചതും, ഇത് എന്തൊക്കെ നടന്നതുകൊണ്ടായിരിക്കും ഈ നടൻ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി 25 ലക്ഷം സ്പോട്ടിൽ, അതായത് അന്നേ ദിവസം തന്നെ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയെന്നുള്ളതും ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നേക്കും. ഇനിയിപ്പോൾ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളാണ് ഞാൻ ഹവാല ഏജൻറ്റ്. ഞാൻ എൻ്റെ എല്ലാ വണ്ടികളാണെങ്കിലും എൻ്റെ ഫേംസ് ആണെങ്കിലും കൃത്യമായ ഡാറ്റയോട് കൂടി ഞാൻ EMI അടച്ചു പോകുന്ന ആളാണ്. എൻ്റെ എല്ലാ വണ്ടികൾക്കും, അതായത് എൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് എൻ്റെ ട്രാൻസാക്ഷൻസ് ഫുള്ള് നടക്കുന്നത്. GST അടച്ചു പോകുന്ന ആളാണ്, ITR ഫയൽ ചെയ്ത് പോകുന്ന ആളാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ ഈ പുള്ളിക്കാരിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അത് കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ 50 ലക്ഷമാണ് ആദ്യം ചോദിച്ചത്, അതിന് ശേഷം 25 ലക്ഷം രൂപയിൽ ഒതുക്കുകയായിരുന്നു. അപ്പോൾ 25 ലക്ഷം രൂപ കിട്ടിയിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, വേറെ ഇത് ഈ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൊഡ്യൂസേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആ സമയത്ത് ഇവർ കേസിന് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിഷ്വൽസൊക്കെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ പടത്തിന് സാരമായി ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ഹനാൻ ഷാനെ ഒരു മീഡിയേറ്റർ ആയിട്ട് വെച്ചു. ഹനാൻ ഷായ്ക്കും ഈ പുള്ളിക്കാരന് ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു. ആ ഒരു പരിചയം വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്താലും ആ പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്യില്ല. പക്ഷേ പുള്ളിക്കാരന് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ഇത് നല്ലൊരു പരിപാടിയാണല്ലോ. പുള്ളിക്കാരന് ഏകദേശം ഒരു 10-20 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് പുള്ളിക്കാരൻ ഇത് തന്നെയാണ് ശരിക്കും എക്സ്പോസിങ് വീഡിയോസാണ് പുള്ളിക്കാരൻ മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ വീണ്ടും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇപ്പോൾ ആൻ്റണി പെപ്പയുടെ നിന്ന് ഇപ്പോൾ ഏകദേശം 25 ലക്ഷം രൂപ മേടിച്ചു. അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ഇതേപോലെ പൈസ ചോദിക്കുന്നു അക്കൗണ്ട് പോകുന്നു, പൈസ ചോദിക്കുന്നു അക്കൗണ്ട്. പക്ഷേ എന്നാലും ലാഭമാണല്ലോ ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഇത് മറ്റേ പണ്ടത്തെ സിനിമയിൽ മറ്റേ റാംജിറാവ് സ്പീക്കിങ്ങിൽ പിള്ളേരെ തട്ടിക്കൊണ്ട്, റാംജിറാവ് സ്പീക്കിങ്ങിനത് അയാൾ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നു, ഇതിൻ്റെ അകത്ത് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കുന്നു. അത് ഓൾഡ്, ഇത് ന്യൂ ജെൻ. അതെന്താ വ്യത്യാസം? ഈ യുവതി എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പൈസ ചോദിക്കുകയാണ്. പൈസ ചോദിച്ചിട്ട് പൈസ എന്നുള്ളൊരു കാര്യം ഇതിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ
മാനേജറോട് പറഞ്ഞു. കാരണം ചെറിയ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കാൻ മെസ്സേജ് അയക്കണതൊക്കെ ഓക്കെയാണ്. പക്ഷേ പൈസ തന്നാലും ഞങ്ങൾ സെറ്റിൽ ആവാന്ന് ഈ യുവതി ഹക്കീമും പറഞ്ഞതോടെ, ഹക്കീമാണ് യുവതിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്, ഹക്കീം പറയണതോടെ എനിക്ക് മനസ്സിലായി സംഭവങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല എൻ്റെ ആവാൻ പോണത്. ഇത് വലിയ ഗുരുതര പ്രശ്നങ്ങളാണ്. ഞാൻ ഇടയിൽ നിൽക്കുന്നത് ഒരു മണ്ടൻ കേസാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഒരിക്കലും പിന്നെ അഞ്ചന്മാർ വരെ എന്നെ ചീത്ത പറഞ്ഞ കാര്യമുണ്ട്, എന്ത് തേങ്ങക്കാണ് അതിൽ പോയി തല വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനിതിൽ വരാനുണ്ടായ സാഹചര്യം ക്യൂബ്സ് ഇറക്കുന്ന ഒരു സിനിമൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്നും പ്രൊഡ്യൂസർ മാനേജർ സൈഡിൽ നിന്നൊക്കെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഹനാൻ നീ ഒന്ന് സംസാരിക്കുക. ഒന്ന് ഈ സിനിമയിലെ ദൃശ്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ അവനവന് വരുത്തി വെച്ച് കഴിഞ്ഞാൽ അവനവനുള്ളത് അവനവൻ എന്തെങ്കിലും കുത്തിതീർപ്പ് വെച്ച് കഴിഞ്ഞാൽ അവനവൻ സ്വീകരിക്കുക. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗ്ഗം, ഇത്രയും ആൾക്കാർ ചെയ്ത സിനിമയിലത്തെ ദൃശ്യങ്ങൾ മൊത്തം ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ ആ സിനിമ ഇറങ്ങിയിട്ട് അതിലത്തെ മെയിൻ സീനുകളൊക്കെ വാട്സപ്പ് കൂടെ ഇറങ്ങിയിട്ട് പിന്നെ ആ സിനിമ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. യെസ്, അതുകൊണ്ടാണ് ഇവർക്ക് മെയിനായിട്ട് ഈ പ്രശ്നം വന്നത്. ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഈ ഒരു ഓഫർ അവർ സ്വീകരിക്കാനുള്ള മെയിൻ കാരണം. അതായത് ഇവൻ ശരിക്കും പ്യുവർ ഭീഷണിയാണ്. അതായത് ഇവരുടെ സെറ്റിൻ്റെ ആദ്യം ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കാസറ്റ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻ്റണി പെപ്പനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതേപോലെ കാട്ടാള മൂവിയിൽ ഇതേപോലെ ഒരു പെങ്കൊച്ചിനെ വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ യാതൊരു പ്രശ്നമില്ല. ഇതിനകത്ത് പേഴ്സണലായിട്ടുള്ള രണ്ടാമത് മറ്റേ ഇവരുടെ ഈ ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെയും പേരും ബാക്കിയുള്ള എല്ലാവരുടെയും പേരിട്ടിട്ട് ഇൻക്ലൂഡിങ് മറ്റേ നമ്മുടെ ഇതിൻ്റെ കാട്ടാളിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ മാർക്കോയുടെ പ്രൊഡ്യൂസറാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒക്കെ ഇമേജ് വെച്ചിട്ട് എല്ലാവരുടെയും ഇമേജ് വെച്ചിട്ട് ഇതേപോലെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയിൽ വന്നപ്പോഴാണ് ഇത് കാര്യം ഗുരുതരമായത്. ശരിക്കും പറഞ്ഞാൽ ഹനാൻ ഷാൻ ഇവനൊരു മീഡിയേറ്ററായിട്ട് യൂസ് ചെയ്യുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഹനാൻ ഷാൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നു, ആ പൈസ ഇവൻ്റെ അക്കൗണ്ടിലോട്ട് എടുക്കുന്നു. അതായിരുന്നു ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയെന്ന് വെച്ചാൽ ഹനാൻ ഷായ്ക്ക് ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞൊരു പേരും കിട്ടുകയും ചെയ്തു. കുറ്റം മൊത്തം ഇപ്പോൾ ഹനാൻ ഷായ്ക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കഥ മൊത്തം എക്സ്പോസ് ചെയ്ത് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരനാണ് വീഡിയോയിലെല്ലാം പറഞ്ഞത്. അതായത് ഇതേപോലെ ആൻ്റണി പെപ്പയുടെ നിന്ന് പൈസ മേടിക്കുന്ന കാര്യവും കഥകളെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നത് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീഡിയോയിലാണ്. പുള്ളിക്കാരനാണ് പറഞ്ഞത് ഹനാൻ ഷാൻ്റെ ഈ ഹക്കീമിന് ഏകദേശം 25 ലക്ഷം രൂപ കിട്ടിയത് മീഡിയേറ്ററായിട്ട് കളിച്ചത് ഹനാൻ ഷാ എന്ന് പറഞ്ഞത് ഈ ഡോക്ടർ ഡ്രേക്കാണ്. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഹനാൻ ഷാ ഇത് ശരിക്കും പറഞ്ഞാൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയമായിട്ടാണ് പുള്ളിക്കാരനെ യൂസ് ചെയ്തത്, അതിനകത്ത് കാര്യമായ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെന്ന് ഡോക്ടർ ഡ്രേക്ക് പിന്നീട് പറയുകയായിരുന്നു. ഹനാൻ ഷായ്ക്ക് പേഴ്സണൽ ഗെയിൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രോപ്പർ അവർ യൂട്ടിലൈസ് ചെയ്ത പോലെ ആയിപ്പോയി എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിലാക്കാതെ അതായത് എൻ്റെ മണ്ടത്തരം കൊണ്ട് അല്ല സത്യം എൻ്റെ മണ്ടത്തരം. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഈ അക്കൗണ്ട് കാര്യങ്ങൾ തപ്പിയിട്ട് ഇവർക്ക് കിട്ടാതെ മനസ്സിലാവും. അപ്പോൾ എന്നോട് ഈ അഭിനേതാവിൻ്റെ മാനേജർ പറയാം, ഇജ് മലപ്പുറത്തല്ല, ഇജ് ആ ഭാഗത്തല്ല, ഇജ് എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് കിട്ടാനാണ് പണി, ഈ ഒരു അക്കൗണ്ട് ഒന്ന് വേഗം ഒപ്പിക്കണം. അപ്പം അക്കൗണ്ട് ഒപ്പിക്കാതിരിക്കുമ്പോൾ ഈ യുവതി എന്ത് ചെയ്യാണ്, അടുത്ത സ്ക്രീൻഷോട്ട് ഈ ഹക്കീമുള്ള വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവൻ അടുത്തത് ഇടുകയാണ്. പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ കൊടുക്കാൻ അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണല്ലോ, പിന്നെ എന്താ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ തരാതെ പോയി കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം പറഞ്ഞു. അപ്പം 10 ലക്ഷം ഓൾറെഡി ക്യാഷ് ആയിട്ട് പോകുന്നു ചെയ്തു. ബാക്കി 15 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇളബിൾക്ക് ആകെ അയക്കാനുള്ള മാർഗ്ഗം അക്കൗണ്ടാണ്. അങ്ങനെ എന്നോട് പറഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടോ നോക്ക്. അങ്ങനെ ആ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച എൻ്റെ സുഹൃത്താണ് സവാദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അതായത് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച ആളാണ്, എനിക്ക് ഓൾറെഡി അറിയുന്ന ആളാണ്. 2-3 ഫ്രണ്ട് സർക്കിൾ ത്രൂ എനിക്ക് അറിയുന്ന ആളാണ്. അല്ലാതെ ഞങ്ങൾ ഒരുപാട് തിക് ഫ്രണ്ട്സ് അല്ല, പക്ഷേ ഞാൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. എന്നെ കാണുമ്പോൾ ഒരു സലാം പറയണേ, ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് സവാദ് എന്ന വ്യക്തി. അപ്പം അഭിനേതാവിൻ്റെ മാനേജർ തപ്പിയിട്ട് അക്കൗണ്ട് കിട്ടണില്ല. ഇന്നെക്കാട്ടിലും ഹോൾഡ് ഉള്ളവരാണ് ഇവരൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, ഈ അഭിനേതാവിൻ്റെ മാനേജർമാരാണ്, പ്രൊഡക്ഷൻ ഹൗസാണ്, ഇവർക്ക് അക്കൗണ്ട് തപ്പിയാണെങ്കിൽ കിട്ടും. പക്ഷേങ്കിൽ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അക്കൗണ്ട് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെ തപ്പിയിട്ടും കിട്ടില്ല, ഈ ഒരു അക്കൗണ്ട് തപ്പിയിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട ഇങ്ങനെ ചെയ്യാൻ. സവാദ് ആദ്യം പേടിച്ചു. സവാദ് ആദ്യം പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇത് എന്തിൻ്റെ പൈസ, എങ്ങനെ നാളെ ഇതിൻ്റെ ചോദ്യം വരലും കാര്യങ്ങളൊന്നും എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പം സവാദ് കുറേ പിന്മാറാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സവാദ് ഇല്ല, ഞാൻ ഇവരോടും ചോദിക്കേണ്ടി, ഈ അഭിനേതാവിൻ്റെ മാനേജർമാരോടും ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് പിന്നീട് ഒരു പ്രശ്നമാവോ? ഇല്ല, അത് ഇന്നത്തോടെ ഒത്തുതീർപ്പാവില്ലേ, പിന്നീട് ഒരു പ്രശ്നമില്ല, കാര്യങ്ങളില്ല, അത് വേഗം കൊടുത്തിട്ട് അത് ഒഴിവാക്കി വിടാം, ഓരോടെ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറയും. ഇതാണ് ഇവരെ സൈഡിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സവാദ് എന്ന് പറഞ്ഞ വ്യക്തി കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ആണ്. ഇവനെ ഹനാൻ ഷാനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അതായത് ഹനാൻ ഷാ ഈ ഒരു ഫണ്ട് നീ അവിടുത്തെ മലപ്പുറംകാരനാണല്ലോ, അപ്പോൾ അവിടെ പരിചയമുള്ള വല്ല അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ആ ത്രൂ അയക്കാനേ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു പൈസ വരുന്നുണ്ട് നടക്കുമെന്ന് ചോദിച്ചു പുള്ളി അയച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ അക്കൗണ്ട് ഇത്ര ഹ്യൂജ് എമൗണ്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഞെട്ടിപ്പോയി. പക്ഷെ പുള്ളി കാര്യം വേണ്ടി ഇത് ആ ഹനാൻ ഷാൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിനെ പുള്ളി അങ്ങ് ചെയ്തു. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരനും ഇപ്പോൾ ഒരു പേരുദോഷമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായം ചെയ്ത അവസാനം എല്ലാവരും വട്ടത്തിൽ പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ശരിക്കും പറയുന്നത് ഹനാൻ ഷാ ചെയ്ത ഏറ്റവും വലിയ മടത്തുന്നത്, അതായത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. അത് ഹനാൻ ഷായോട് ഇതേപോലെ മീഡിയേറ്ററായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹനാൻ ഷാ പറയണമായിരുന്നു, എനിക്ക് പറ്റില്ല ഏട്ടാ, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, അത് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പെടും. അതിൽ യാതൊരു ഇത് നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഹനാൻ ഷാ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.